ഹലോ ഗൈസ്, നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ മൈജിയിലേക്കാണ് പോകുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. മൈജിയുടെ അടുത്തുള്ള എം സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. മൊബൈൽ പർച്ചേസിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഒരു സർപ്രൈസ് മൊബൈലും അല്ലാണ്ടൊരു നോർമൽ മൊബൈൽ ഫോണും, അങ്ങനെ 2 മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആർക്കായിരിക്കും ഈ ഒരു സർപ്രൈസ് എന്ന്? വേറെ ആർക്കും അല്ല, എൻ്റെ പപ്പയ്ക്ക് തന്നെയായിരുന്നു. പപ്പ ഒരു 3-4 മാസമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിക്ക്. പുള്ളിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് ജസ്റ്റ് ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇതുപോലെ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിക്കൊക്കെ. അപ്പം ആ ഒരു ടൈമിങ്ങിന് എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മൊബൈൽ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇന്നാണ് ആ ഒരു ഡേ എന്ന് പറയുന്നത്, പുതിയ മൊബൈൽ എൻ്റെ പപ്പയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള. അപ്പം ആക്ച്വലി ഞാനും ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, എൻ്റെ സ്വന്തം കാശിന് ഞാൻ എൻ്റെ പാരൻറ്റിന് വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. സോ പപ്പയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നത് iQZ9 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈൽ പർച്ചേസ് ചെയ്തു. അപ്പം അവിടെ നിന്ന് തന്നെ ഫോണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മൊബൈൽ കവറോടെ ടെമ്പേർഡ് ഗ്ലാസും കൂടെ ഒട്ടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ആ ഒരു ടെമ്പേർഡ് ഗ്ലാസും കൂടെ ഒട്ടിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് പപ്പയ്ക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും കൊണ്ട് കൊടുത്ത് നോക്കാം എങ്ങനെയായിരിക്കും, ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇതുപോലെ മൊബൈൽ വാങ്ങാനാണ് പോകുന്നത്, ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇഷ്ടപ്പെടുമോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം എന്തായാലും. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുൾ സെറ്റ് ചെയ്തു. ഇതായിരുന്നു ആ ഒരു ഫോൺ. ഫൈനലായിട്ട് നമ്മൾ ഫുൾ അതെല്ലാം സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫോൺ ചൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ചൂസ് ചെയ്യുന്ന ഫോണെന്ന് പറയുന്നത് നമ്മുടെ iQൻ്റെ Z10 എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഓക്കെ, പപ്പയ്ക്ക് iQZ9ഉം എനിക്ക് iQZ10ഉം. ഇതാണ് ആ ഒരു തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഞാൻ അതിൻ്റെ അൺബോക്സിങ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. അവിടെ വെച്ചൊരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ iQZ10ൻ്റെ ആണ് ഈ ഒരു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഫോണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സിൽവറാണ്. ഓക്കെ, സിൽവർ കളറായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഫോണിനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ് കേട്ടോ. 7300 mAh ആണ് ഇതിന് വരുന്നത്. പക്ഷെ കണ്ടാൽ പറയത്തില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മൊബൈലാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു iQZ10 വാങ്ങാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഫോണ് എന്നുള്ള രീതിക്ക്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ യൂട്യൂബിൽ, നമ്മുടെ ഗൂഗിളിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു ഏത് ഫോണായിരിക്കും ബെറ്റർ, സ്റ്റോറേജ് എങ്ങനെയായിരിക്കും, ബാറ്ററി എങ്ങനെയായിരിക്കും എന്നുള്ള, ഡിസ്പ്ലേ, ക്യാമറ. ഞാൻ അത്യാവശ്യം നോക്കുന്നുണ്ടായിരുന്നു ക്യാമറയുടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ബെറ്റർ വീഡിയോസ്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഒരുപാട് സ്റ്റോറേജ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ. സോ അതിനൊക്കെ ജസ്റ്റ് ഒരു അങ്ങനെ സ്റ്റോറേജ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ കണ്ടതിൽ വെച്ചിട്ട് കോൾ മീ ഷസാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോസിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ ഇതിനെപ്പറ്റി എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫൈനലി ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാരണം. അങ്ങനെ ഞങ്ങൾ 2 ഫോണും വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ചതിൻ്റെ ഇല്ല, ഞങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ഒരു ഹെഡ്സെറ്റും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഫോൺ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറാനി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിക്ക് ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മന്തി കഴിക്കാനാണ് പ്ലാൻ ചെയ്ത് നേരെ ഇറാനി കുഴിമന്തിയിലേക്ക് ഞങ്ങൾ വിട്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി. ഇതായിരുന്നു അതിൻ്റെ ഇൻഡോർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ മന്തി തന്നെയാണ്. ഈ നോക്കുന്ന നോട്ടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആയിരിക്കും എന്നില്ല, നോർമൽ മന്തി തന്നെയായിരുന്നു. അങ്ങനെ അതാ ഫുഡ് വന്നു, നേരെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ ഫുഡ് കഴിച്ച് വീട്ടിൽ വന്ന് ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. വന്ന ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചത് എവിടെ പോയിരുന്നു എന്നുള്ള രീതിക്കായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു ആ പുഞ്ചിരി, ആ ഒരു ഹാപ്പിനെസ്, അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി എന്നാണ്, ഭയങ്കര ഹാപ്പിയായിരുന്നു ഈ ഒരു ഫോൺ കൊടുത്തു. ഫസ്റ്റ് കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ കണ്ട് ഓപ്പൺ ചെയ്ത് ഫുൾ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം, ഒരു പ്രൗഡ് മൊമെൻ്റ്, അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്, ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറയത്തില്ല, എനിക്ക് അതുമാതിരിയുള്ളൊരു എന്താ
എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയുന്നൊരു ഹാപ്പിനെസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ സ്വന്തം കാശിൽ എൻ്റെ പേരൻസിന് പേരൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ അതിനുള്ളൊരു ഒരു ഡേ അല്ലെങ്കിൽ അതിനുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് തന്നെ നന്ദി പറയാണ്. സോ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നത്. സോ നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ പാരൻസിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം എന്തായാലും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഫോട്ടോസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു IQZ10 എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇതിൻ്റെ പോർട്രേറ്റിൽ ഫോട്ടോസൊക്കെ ഭയങ്കര പൊള്ളിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ.